റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 കപ്പോളം കടലമാവ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മളൊരു ഉരുളി എടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ ചരുവാണേലും മതി, ഉരുളിയാണേലും മതി, എന്താണേലും എടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ചധികം സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അപ്പം അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ട് കുറച്ചധികം സാധനം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആരും പേടിക്കണ്ട, എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധാരണ നമ്മൾ എടുക്കുന്ന സാധനങ്ങളൊക്കെ മാത്രമാണ്. അപ്പൊ ഇനി ഇതുണ്ടല്ലോ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഇനി ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ളത് പറഞ്ഞാല് വെള്ളമാണ്, പച്ചവെള്ളമാണ്, സാധാരണ വെള്ളം. അപ്പൊ നമ്മളിവിടെ ഇഡലിക്കുള്ള മാവൊക്കെ റെഡിയാക്കത്തില്ലേ, ആ ഒരു പരുവത്തിലേക്കാണ് നമ്മളിത് ആക്കിയെടുക്കാൻ പോകുന്നത്. അപ്പൊ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് ഇളക്കിയെടുക്കാം. ആദ്യം തന്നെ മുഴുവൻ വെള്ളം ഒഴിക്കല്ലേ, ഒഴിച്ച് കട്ടയില്ലാതെ നമുക്കിത് ഇളക്കിയെടുക്കാവേ. മറ്റേ നമ്മുടെ വിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കലക്കിയാലും മതി. അതുകൊണ്ടല്ലോ കട്ട കിട്ടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതുപോലെ ഇഡലിയുടെ മാവിന്റെ പരുവം എല്ലാവർക്കും അറിയാമല്ലോ. അധികം ലൂസും അല്ല, അധികം ടൈറ്റും അല്ല, രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ കലക്കുമ്പോഴത്തേക്ക് കട്ടയൊക്കെ കാണും, പക്ഷെ അത് ഉടച്ചങ്ങ് കലക്കി വെച്ചാൽ മതി. നമ്മുടെ മാവുണ്ടല്ലോ നല്ല കറക്റ്റ് അതിൻ്റെ പരുവത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നാരങ്ങ നീരാണ്. ഇപ്പോൾ ഒരു നാരങ്ങയുടെ നീരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. കുരു ഇല്ലാതെ എടുക്കണേ, ശ്രദ്ധിച്ചോണം. അപ്പോൾ നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അത് കൊത്തി അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഈ സാധനം. അതിന് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് ചേർക്കുമ്പം ഇളക്കാൻ ശ്രദ്ധിച്ചോണ്ട്. ഇതിൻ്റെ ഈ ഇളക്കൊരു അത്യാവശ്യമായൊരു കാര്യമാണ്. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. സ്വല്പം കൂടെ ചേർത്തേക്കാം, മതിയല്ലോ. നമുക്കിനി നന്നായിട്ട് ഇളക്കാം. അതെന്നെ എല്ലാം ഉണ്ടല്ലോ നന്നായിട്ട് യോജിക്കണം മാവിൽ. അതാണ് നമ്മുടെ ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പം തന്നെ നല്ലൊരു ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. അതെ, നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു മണം. നമുക്കിത് ചേർക്കുമ്പോഴത്തേക്ക് നാരങ്ങ നീരും ഇഞ്ചിയൊക്കെ കൂടെ ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണം നമുക്ക് വരും. അപ്പം അത് ഇളക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചേർക്കാനുള്ള വേറെ സംഭവമുണ്ട്. ഇത് നമ്മുടെ കുക്കിംഗ് ഓയിലാണ്. അപ്പോൾ ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ വേണ്ട, അല്ലാതെ നമ്മുടെ സൺഫ്ലവറോ അങ്ങനത്തെ ഏത് കുക്കിംഗ് ഓയിലും. നമ്മൾ ഇത്ര എടുത്തെങ്കിലും ഇത് മുഴുവൻ ഒഴിക്കാനല്ല. അതെ, ഇത് നമ്മൾ കടുക് വറക്കാനും എല്ലാം കൂടിയാണ്. അപ്പോൾ ഏകദേശം ഇത്ര എണ്ണ മതി. എന്നിട്ട് ഇനി വീണ്ടും നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ എണ്ണ ഇതിൻ്റെ അകത്ത് ആക്കിയെടുക്കണം. അതായത് നമ്മുടെ മാവ് ഈ എണ്ണ ഇങ്ങനെ എന്താ പറയുക, മിക്സ് ആവണം. അതായത് നമ്മൾ വെള്ളത്തിൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ മിക്സ് ആകാൻ ഇച്ചിരി ഒരു പാടല്ലേ. പക്ഷേ ഇത് നമ്മൾ മിക്സ് ചെയ്ത് നല്ല ഇതാക്കി എടുക്കണം. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ മറ്റേ കൊമ്പള പോലെ നിൽക്കുന്നില്ലേ, അതൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവിടെ അതുപോലെ തന്നെ നിന്നോട്ടെ. അതൊക്കെ വേണം, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് സാധനം. നമ്മുടെ ഇഡ്ഡലി മാവിന്റെ അതേ ഒരു ടെക്സ്ചറിൽ സംഭവം എത്തിയിട്ടുണ്ട്. മാവിന്റെ കൺസിസ്റ്റൻസി ഒത്തിരി ലൂസും അല്ല, ഒത്തിരി ടൈറ്റും അല്ല, ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി ഇതൊരു 10 മിനിറ്റ് ഇവിടെ പക്ഷേ റെസ്റ്റിന് വെച്ചിട്ട് നമ്മളങ്ങ് പോകണ്ട. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട കുറച്ച് പരിപാടി വേറെ ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം, ഇത് പിടിക്കട്ടെ. ഈ സമയത്തുണ്ടല്ലോ നമുക്ക് മറ്റേ പറയുന്ന അപ്പച്ചപ്പുണ്ടെങ്കിൽ അതായാലും മതി, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക, ഒരു വലിയ പാത്രം എടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ഇതുണ്ടോ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിന്റെ മണ്ടയ്ക്ക് വെള്ളത്തിന്റെ അകത്ത് തന്നെ ഒരു തിരിക വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് കത്തിക്കാം, സ്റ്റവ് കത്തിക്കാം. കത്തിക്കുന്ന സാധനം. അപ്പൊ ഇനി ഇത് ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം. ഇത് നമ്മൾ ആവിയിൽ പുഴുകിയെടുക്കുന്ന ഒരു സാധനമാണ്. ഇത് വളരെ ഹെൽത്തിയാണ് സാധനം. കാര്യം ഇതിനകത്ത് നമ്മൾ വേറെ പ്രിസർവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നൊന്നുമില്ല. നല്ല
അപ്പൊ അടപ്പോടെ എടുക്കാം. അപ്പൊ പെട്ടെന്ന് നമ്മുടെ വെള്ളം റെഡിയാകും. വെള്ളം തിളയ്ക്കാന്നുള്ളതാണ്. അപ്പൊ ആ ഒരു 10 മിനിറ്റ് നമുക്ക് പിന്നെ ഇവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. ആ സമയത്ത് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ട് അതിനുള്ള കറക്റ്റ് പരുവത്തിലേക്ക് എത്തും. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളെ തിളയ്ക്കാൻ വെച്ച വെള്ളം ഏകദേശം ചൂടായി വരുന്നുണ്ട്. അപ്പൊ അതിന് നമുക്കുണ്ടല്ലോ ഒരു പ്ലേറ്റ് എടുക്കണം. നമ്മുടെ സ്റ്റീലിന്റെ ഒരു പാത്രം എടുത്തിട്ടേ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാവേ. അപ്പൊ ഈ മാവ് ഇതിലങ്ങ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എല്ലായിടത്തും ഒന്ന് എണ്ണ പറ്റി കൊടുക്കുന്നത്. അതെ, നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഇത് പാത്രം ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. ഡിസൈനൊക്കെ ഉള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് കാണാനൊക്കെ ഭംഗിയായിരിക്കും. നമ്മുടെ വീട്ടിലുള്ള എന്താണ് ഇതുപോലെ പ്ലേറ്റ് ആണ് പ്ലേറ്റിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മുടെ എണ്ണ എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളം ആയി. വെള്ളം അത്യാവശ്യം തിളച്ചിട്ടില്ല, പക്ഷെ അത്യാവശ്യം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം ഉണ്ടല്ലോ ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കേണ്ട വേറൊരു സംഭവം ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മുടെ ഈനോ പൗഡറാണ്. അതായത് നമ്മള് ഈ കടലൊക്കെ വാങ്ങിക്കത്തില്ല, ഇതാണ് സാധനം. ചെറിയൊരു ഈ ഫ്ലേവർ ഇല്ലാത്തത് റെഗുലർ ആയിട്ടുള്ള സാധനം. അപ്പൊ അത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇതുണ്ടല്ലോ നമ്മള് പ്ലേറ്റില് ഈ എണ്ണ വരെ തടവി എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് മാത്രമേ ഈനോ പൗഡർ ഇടാവേ. അതെ, കാര്യം ഈനോ തേച്ചിട്ട് നമ്മൾ പിന്നെ അധികം നേരം ഇത് വെച്ചേക്കരുത് സംഭവം. ഇനി നമുക്ക് അന്നേരം തന്നെ നല്ലതായിട്ട് കലക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. പാത്രത്തിൽ നന്നായിട്ട് ഒഴിച്ച് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കാരണവശാലും ഉണ്ടല്ലോ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യരുത്. കേക്ക് ഒക്കെ വെക്കുമ്പോൾ സാധാരണ നമ്മൾ ടാപ്പ് ചെയ്തിട്ടില്ലേ, പക്ഷേ ഇത് ടാപ്പ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് അങ്ങ് വെക്കണേ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് 20 മിനിറ്റെങ്കിലും വേണം നമുക്കിത് വെന്ത് കിട്ടാനായിട്ട്. അപ്പൊ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് നോക്കുക വെന്തിട്ടുണ്ടോ. നമ്മൾ മറ്റേ ഇഡ്ഡലിയൊക്കെ വെന്തോ നോക്കുന്ന പോലെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇനി ഇത് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മളെ മാവും പാത്രവും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റണേ. മാത്രമല്ല നമുക്കിത് വേകാനായിട്ട് ഏകദേശം 20 മിനിറ്റോളം വേണം. അപ്പൊ അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ നമ്മൾ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വറ്റി പോവും, എന്നിട്ട് പിന്നെ അടുക്കി പിടിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മുടെ മാവൊട്ട് വേഗത്തുമില്ല. അപ്പൊ അതിനുള്ള അത്രയും വെള്ളം വെച്ചിട്ട് വേണം നമ്മളിത് വേകാനായിട്ട് വെക്കാനായിട്ട്. ഇപ്പൊ ഉണ്ടല്ലോ നമ്മള് പറഞ്ഞ കറക്റ്റ് സമയമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടപ്പൊന്ന് തുറക്കാം. നന്നായിട്ട് അടപ്പ് വരുന്നുണ്ട്. മാത്രമല്ല നമുക്കിതൊന്ന് നോക്കണം ഇത് വെന്തോന്ന്. അപ്പൊ നമുക്ക് സാധാരണ നമ്മള് വീട്ടിലൊക്കെ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ഇങ്ങനെ നടുക്കൊന്ന് കുത്തി നോക്കുക. അപ്പൊ അത് ക്ലീൻ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാല് സംഭവം വെന്തു. നല്ല അടിപൊളിയായിട്ട് സംഭവം വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കൈ ഒന്നും പൊള്ളാതെ ഇതെടുത്ത് തണുക്കാനായിട്ട് വെക്കണം സംഭവം. നമുക്കിനി ഇതെടുത്ത് മാറ്റാവേ. നമ്മുടെ സംഭവം ഉണ്ടല്ലോ നന്നായിട്ട് തണുത്ത് നല്ല റെഡി ആയി വന്നിട്ടുണ്ട് സാധനം. അപ്പൊ ഇനി നമുക്കൊരു പിച്ചാത്തി വെച്ചിട്ടുണ്ടല്ലോ, ഇതിന്റെ ഈ സൈഡൊക്കെ നമുക്കൊന്ന് വിടിയിച്ചെടുക്കണം. വിട്ടിരിക്കുകയാണ്, എന്നാലും നമ്മുടെ ഒരു മനസമാധാനത്തിന് ഒട്ടിപ്പിടിച്ചെങ്കിലോ പേടിയില് നമ്മുടെ സൈഡെല്ലാം ഒന്ന് റെഡിയാക്കരുത്. എന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മളിത് അടച്ചു വെച്ച നമ്മുടെ പാത്രമാണ്, അത് വെച്ച് തന്നെ നമുക്ക് അടയ്ക്കണം. അടച്ചിട്ട് നേരെ തലതിരിച്ച് പിടിക്കുക. എന്നിട്ട് ഇതിന്റെ മേളിൽ 2 തട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് നല്ല സൗണ്ടാണ്. കൈ വെച്ച് തട്ടിയാലും മതി. ഇത് നമുക്ക് ഇതിനകത്ത് വിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മളിത് തലതിരിച്ച് 2 അടിയെല്ലാം കൊടുത്ത് സംഭവം ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പ്ലേറ്റ് മാറ്റാം. നമ്മുടെ സംഭവം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള വേറെ പരിപാടിയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിയിൽ കുറച്ച് കലാപരിപാടിയുണ്ട്. ആ നേരത്തെ നമുക്ക് ഇതൊന്ന് മുറിക്കുക കൂടെ ചെയ്യണം. ഇതെങ്ങനെ മുറിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പം നമ്മളിപ്പോൾ നീളത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്യുന്ന അത്യാവശ്യം നല്ല മൂർച്ചയുള്ള വിച്ചാത്തി എടുക്കാൻ ശ്രമിക്കണേ. കേക്ക് മുറിക്കുന്ന പോലെ മുറിക്കുക. ചതുരത്തിൽ ആദ്യം നീളത്തിൽ മുറിക്കുക, അത് കഴിഞ്ഞാൽ ക്രോസ് മുറിക്കുക. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡയമണ്ട് ഒക്കെ ആയിട്ട് വേണമെങ്കിലും മുറിച്ചെടുക്കാവേ. ഇത് ഇങ്ങനെ ഈ ഹോളൊന്നും വീണെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കണ്ട. ഈ ഹോൾ വീണെന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ബബിളിന്റെ ആധിക്യം അത് വേണം. അതുണ്ടെങ്കിലേ ഉണ്ടല്ലോ നമുക്ക് അതിന്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടത്തുള്ളൂ.
അതുകൊണ്ട് നമ്മൾ ഈ മാവ് ഒഴിച്ചപ്പോഴത്തേക്ക് നമ്മൾ ടാപ്പ് ചെയ്യരുതെന്ന് പ്രത്യേകം അതിന്റെ ഒട്ടും തന്നെ ഉണ്ടല്ലോ ആ ബബിൾസ് പോകാതെ നമുക്ക് കിട്ടിയാലേ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ്. ഇനി നമുക്കിത് തിരിച്ചു വെച്ചിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്യാം. തിരിച്ചെറിയൽ പരിപാടി നടത്തിയേക്കാം. ഈ സംഭവം ഉണ്ടല്ലോ നമുക്ക് ഈ പിള്ളേർക്ക് ടിഫിനൊക്കെ കൊടുത്തു വിടാൻ നല്ല ഐറ്റം. നമ്മള് സാധാരണ ഇഡ്ഡലിയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാലുണ്ടല്ലോ പിള്ളേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ഇത് ഇതിപ്പോ തണുത്തെന്ന് പറയുന്നുണ്ടല്ലോ, ഇതിന്റെ ടേസ്റ്റ് മാറത്ത പിടിക്കത്തൊന്നുമില്ല. അത് തണുത്തിട്ട് കഴിക്കുന്ന ഒരു സാധനമാണിത്. ഇതിന് ചട്നി ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ കഴിക്കാനും പറ്റും. അതാണൊരു പ്രത്യേകത. ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോഴും ചട്നിയൊക്കെ കൂട്ടിയല്ലേ കഴിക്കുന്നത്. അപ്പൊ ഇതിനാണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അതിനൊരു ചെറിയൊരു കലാപരിപാടി കൂടെ അപ്പൊ അതിനാണ് നമ്മൾ ചട്ടി വെച്ച്. അപ്പൊ ചട്ടി കത്തിച്ചു. നമ്മളൊരു ചീനച്ചട്ടി എടുത്താലും മതി. അല്ല അതിന്റെ ആവശ്യമാണ്. അപ്പൊ ഇത് നമ്മളെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ കലാപരിപാടി തുടങ്ങാം. ഇനി നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച എണ്ണയുടെ ബാക്കിയുണ്ടല്ലോ, അപ്പൊ അത് തന്നെ എണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ എണ്ണ അത് നന്നായിട്ട് ചൂടാകണം. അപ്പൊ ഇതിൻ്റെ അകത്ത് ചേർക്കാനായിട്ട് 2 സാധനങ്ങളൂടെ നമ്മള് അരിഞ്ഞൊക്കെ ആ സമയത്ത് വെക്കണം. അതായത് പച്ചമുളക് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കടുകില്ലേ, കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒരു ഇച്ചിരി കൂടുതൽ ഇട്ടോണേ, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് കടുകൊന്ന് പൊട്ടിക്കട്ടെ. അപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി തീ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് ഇത് നമ്മുടെ പച്ചമുളകാണ്, അത്യാവശ്യം എരിവുളാണ്. ഇത് നമ്മൾ ഇതിങ്ങനെ 2ആയിട്ട് കീറിയാണ് എടുക്കുന്നത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാണ്. പച്ചമുളക് എപ്പോഴും 2ആയിട്ട് കീറി എടുക്കാറുള്ളത്. എന്നിട്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പച്ചമുളക് കൂടി ഇട്ടിട്ട് തീ ഒന്ന് നിർത്തുകയാണ്. കാരണം നമ്മുടെ ഈ ചട്ടി നല്ല ചൂടാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിച്ചോളാം. ചൂടെണ്ണയ്ക്കകത്തോട്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് തന്നെ ചേർക്കുന്നത്. ഇനി നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാവേ. തീ ഓഫ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. തീ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് പൊട്ടിത്തെറിക്കുമ്പോഴേ അതെ ഈ പച്ചമുളകിന്റെ അരി ഉണ്ടല്ലോ അത് ചിലപ്പോൾ പൊട്ടും. നമ്മുടെ വെള്ളം ഉണ്ടല്ലോ അത് അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ മാവിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്താണ്. ഇനിയും നമ്മൾ ഈ ചേർക്കുന്ന വെള്ളത്തിൻ്റെതും പിന്നെ ഒരു കുറച്ചും കൂടെ ഒരു ടേസ്റ്റിനും ഒക്കെ ആയിട്ടുള്ളതാണ് നമ്മൾ സ്വല്പം ഉപ്പാണ് ചേർത്തത്. ഉപ്പ് മാത്രം പോരാ, അതിന്റെ കൂടെ നമ്മളിത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത്. ഞാൻ പഞ്ചസാരയാണ് അലിയണം. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് 1 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. കാര്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് വറ്റിപ്പോകും. സ്റ്റവ് ഒന്ന് കേൾക്കാം. അപ്പൊ ഈ പഞ്ചസാര നന്നായിട്ട് അലിപ്പിച്ച് നമ്മുടെ പരിപാടി കഴിഞ്ഞു. നല്ല നല്ല മണമാണ്. ഈ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കുള്ള ആ ഫ്ലേവർ ഉണ്ടല്ലോ. അപ്പൊ ഇത് പഞ്ചസാര എല്ലാം നല്ല തലത്തിട്ടുണ്ട്. അതെ, ഇനി നമ്മളുണ്ടല്ലോ ഇത് നമുക്ക് ഇതിന്റെ പുറത്തൊന്ന് ഒഴിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ അവസാനത്തെ പരിപാടിയല്ല, അടുത്ത പരിപാടി. നമ്മള് കേക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ, കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മള് ഷുഗർ സിറപ്പ് ഒക്കെ ഒഴിക്കത്തില്ലേ, അതിന്റെ വേറെ പതിപ്പുണ്ട്. പിന്നെ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുക. എല്ലാവരും നന്നായിട്ട് ഒഴിക്കണം കേട്ടോ. നന്നായിട്ട് നനയുന്ന പോലെ വരുന്ന ആ കടുകും ഒക്കെ അതിന്റെ പുറത്തോട്ട് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒഴിക്കാം. വശം പോലെ ഇതുണ്ടല്ലോ. എന്തായാലും കൊള്ളാം ഈ സംഭവം ഒന്ന് ചെയ്ത് നോക്കിയോ. സംഭവം അടിപൊളിയാണ്. പിള്ളേർക്ക് സ്കൂളിൽ മറ്റേ സ്നാക്സ് ഇഡ്ഡലിയും ദോശയും ചപ്പാത്തിയും ഒക്കെ അല്ലേ എന്നും കൊടുത്തു വിടുന്നത്. അപ്പം ഇത് പിന്നെ ഇപ്പം മിക്ക ചിലരൊക്കെ എളുപ്പത്തിന് വേണ്ടി ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു വിടുന്ന ഒരു പരിപാടി. അതൊക്കെ കൊടുക്കുന്നതിനാണ് നല്ലതാണ്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റുമാണ്. പിള്ളേർക്കും എന്നും കഴിക്കുന്ന ഒരു രുചി അല്ലാതെ മറ്റൊരു രുചി കിട്ടുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ
പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. നമ്മുടെ പരിപാടി ഏകദേശം തീരാറായി. ഇനി നമ്മുടെ ചട്ടി ശരി. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മല്ലിയിലയാണ്. അപ്പോൾ ഈ മല്ലിയില കൂടെ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് വെതറി കൊടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞിടണം. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. കഴിക്കുന്ന കൂട്ടത്തിൽ ആ മല്ലിയിലയുടെയും കടുകിൻ്റെയും ഒക്കെ കൂടെ ടേസ്റ്റ് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു കിടുക്കാച്ചി ടേസ്റ്റ് ആയിരിക്കും. അപ്പം കൂടുതൽ എരി ആവശ്യമുള്ളവർക്ക് ഈ മുളക് കിടക്കുന്നത് കഴിക്കുകയും ചെയ്യാം. അതെ, മുളകിന് എണ്ണം വേണം കൂട്ടാൻ. നമുക്ക് കൂടുതൽ കഴിക്കണം, എരി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണം കൂട്ടിയിടുക നമുക്ക്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണമെങ്കിൽ മുളകില്ലാതെ അവർക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് എടുത്ത് കഴിക്കുകയും ചെയ്യും. അതെ. അപ്പോൾ എന്തായാലും കൊള്ളാം. കടലമാവൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നുമില്ല. ആകെ ചേർത്ത ഈനോയാണ്. അതും ആരോഗ്യത്തിന് അത്ര വലിയ ദോഷമുള്ള സാധനമൊന്നുമല്ല. മറ്റേ ഗ്യാസ് ട്രബിളിലൊക്കെ നമ്മൾ കഴിക്കുന്ന സാധനം. അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട. അപ്പം എന്തായാലും ഈ സംഭവം ഒന്ന് ചെയ്തു നോക്കൂ. ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരിച്ചിരി എന്താ പറയുന്ന സമയം ചിലപ്പോൾ എടുത്തുനിന്നിരിക്കും. എന്നാലും ഉണ്ടല്ലോ പിന്നീട് ചെയ്യുമ്പോൾ വളരെ വേഗം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ എന്തായാലും കൊള്ളാം, അതൊന്ന് ചെയ്ത് നോക്കിക്കോ. ചെയ്ത് നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തു. ഞങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അഭിമാനത്തോടൊന്ന് പറഞ്ഞു. കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്കൊരു സന്തോഷമാകുമല്ലോ. അപ്പോൾ അതൊന്ന് ചെയ്തു. ചെയ്യാത്തവരൊന്ന് ചെയ്ത് കൊണ്ട് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കരുത്. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ഓൺ ചെയ്ത് ആ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് നമ്മൾ നേരത്തെ പറയാം ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഒരു മടിയും വിചാരിക്കരുത്. അപ്പോൾ എന്താ നമുക്ക് അടുത്ത അടിപൊളി വേറെ റെസിപ്പി ആയിട്ട് നടക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.